തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പുതുകൃഷി വിശേഷങ്ങൾ കാണാം. കാറ്റ് പിടിച്ചിട്ടേ ഈ കപ്പയ്ക്ക് ഭയങ്കരമായ ക്ഷീണം പറ്റി ഒരു വശത്തേക്ക് അങ്ങോട്ട് ചരിഞ്ഞു പോയിട്ട് പിന്നെ ഒരുപാട് കപ്പ ഒടിഞ്ഞും പോയി. ഇത് കയ്പില്ലാത്ത കപ്പയാണ്, വേനൊക്കെ പറിച്ചു കൊടുക്കാവുന്ന കപ്പയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ചുവന്ന തളിരുള്ള കപ്പ 10 ലിറ്ററിനാണ് നമുക്ക് വാട്ടി ഉണങ്ങേണ്ട കപ്പയാണ്. ഇതും നമുക്ക് പച്ച കൊടുക്കാവുന്ന കപ്പയാണ്, കയ്പില്ലാത്ത കപ്പയാണ്. നമ്മുടെ ചേമ്പ്, നമ്മുടെ വാഴ, ഇതാണ് നമ്മുടെ പുതുകൃഷി. പുതുകൃഷിയും ഈ കൊല്ലം പരാജയത്തിൻ്റെ വക്കിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം മഴ കൂടുതൽ. 2 കണ്ട ഇഞ്ചി നമ്മുടെ വീട്ടിൽ നട്ടതിൻ്റെ ബാലൻസ് ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് കാണാമല്ലോ. ഈ കപ്പയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര പാടാണ്. കാരണം കപ്പയ്ക്ക് പൊക്കം കുറവല്ലേ. ഈ തുമരക്കൃഷി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ നിൽക്കുന്നത്. തുമരയും കയ്പില്ലാത്ത കപ്പയും. നേരെ അപ്പുറത്ത് നിൽക്കുന്നത് 10 ലട്ടം കപ്പ വാട്ടി ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതും വാട്ടി ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പയാണ്. അപ്പോൾ ന്യായമായ രീതിയിലുള്ള കപ്പ കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കപ്പ കൃഷി വിളവെടുത്താൽ മാത്രം മതി. ചുവട്ടിൽ കാടുള്ളത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എലിശല്യം ഉണ്ടാവും. അതുകൊണ്ട് അതങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ തുമരക്കൃഷി നമ്മൾ കണ്ടില്ലേ. ഇനി നമുക്ക് വേറൊരു തുമരക്കൃഷിയുണ്ട്, അതും കൂടി കാണാം. ഇത് നമ്മൾ ചേമ്പ് നട്ടിരുന്ന ഭാഗമാണ്. അവിടെയാണ് ഈ തുമര നിൽക്കുന്നത്. ശരിക്കും ഇതാണ് നല്ല വലിപ്പത്തിലുള്ള തുമരക്കൃഷി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ചേമ്പിൻ്റെ 2 സൈഡിലായിട്ട് നിൽക്കുന്നത് ശരിക്കും തുമരക്കൃഷിയാണ് ഇത്. ആ കപ്പയുടെ സൈഡിൽ നിൽക്കുന്ന ആ വേലി പോലെ നിൽക്കുന്നത് തുമരക്കൃഷി കേട്ടോ. ഇതാ തുമര. ചേമ്പ് കൃഷി ഗംഭീര പരാജയമായിപ്പോയില്ലേ. ചേമ്പ് കൃഷി മുഴുവൻ ചേമ്പെല്ലാം പഴുത്തുപോയി. ചീര വച്ചതാണ്. ആ ചീരയുടെ അവശിഷ്ടങ്ങളാണ്. ചീരയൊക്കെ നമ്മളോടൊന്ന് വെട്ടി കൊടുത്തതാണ്. ഉണ്ടോ, ഇതാണ് ചേമ്പ് കൃഷി. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ചേമ്പ് വെക്കുന്നുണ്ടല്ലേ. ഇതുണ്ടല്ലേ ചേമ്പ് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ചേന കൃഷിയിൽ ഒരു ചേന ഏതാണ്ട് 1 മാസം മുമ്പേ അതിൻ്റെ തണ്ട് പോയതാണ്. ആ തണ്ട് പോയ ചേനയ്ക്ക് എന്തെങ്കിലും കേടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കണ്ടാലോ. ഈ കുഴിയിലാണ് ഈ ചേന നിന്നത്. അപ്പോൾ തണ്ടില്ലാതെ ഏതാണ്ട് 1 മാസക്കാലം ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി വല്ല കേടുവാണോ. കേടൊന്നുമില്ല, ഇത് നമ്മൾ പറിച്ചു. ഈ തോട്ടിലെ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചേന കുടഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്താലോ. വെയിറ്റ് കണ്ടോ, 5700 എന്തായാലും ഒരു കേടുമില്ലാത്ത നല്ല സൂപ്പർ ചേന. ഒരല്പം കൂടി 1 മാസം കൂടി മണ്ണിനകത്ത് കിടന്ന് ഒന്ന് ഉണങ്ങി വേരെല്ലാം ഒന്ന് പോയി നല്ല ക്ലിയർ ആകുന്ന സമയത്ത് മാത്രമേ ഇത് പറിക്കാവുള്ളൂ. ഇതിൽ ഇഷ്ടം പോലെ കണക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കണക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടല്ലേ ഇതിൻ്റെ കണക്കുകൾ. ഓക്കേ, ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ്. ഒരു കേടുമില്ലാത്ത സൂപ്പർ ചേന കേട്ടോ. ഇത് കണ്ടില്ല.